കണ്ണൂർ ആന്തൂർ നഗരസഭയിലും കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലുമായി കൂടുതൽ വാർഡുകളിൽ കൂടി LDF സ്ഥാനാർത്ഥികൾക്ക് എതിരില്ല. ആന്തൂരിൽ 5ഇടത്തും കണ്ണപുരത്ത് 6 വാർഡുകളിലുമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്തത്. ഇതോടെ ജില്ലയിൽ 14 വാർഡുകളിൽ LDF മത്സരമില്ലാതെ വിജയമുറപ്പിച്ചു. സൂക്ഷ്മ പരിശോധനയിൽ തർക്കമുന്നയിക്കപ്പെട്ട കോടല്ലൂർ തളിയിൽ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് പുനഃപരിശോധനയിൽ തള്ളിയത്. സ്ഥാനാർത്ഥികളെ പിന്താങ്ങിയവരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് LDF ഉന്നയിച്ചത്. സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയെന്ന് DCC നേതൃത്വം ആരോപണമുന്നയിച്ച 5ാം പിടിക വാർഡിലും UDFന് മത്സരിക്കാൻ ആളില്ല. പത്രിക നൽകിയ K. ലിവ്യ നാമനിർദ്ദേശം പിൻവലിച്ചതോടെയാണ് LDFന് അനുകൂല സാഹചര്യം ഒരുങ്ങിയത്. 2 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ പിന്താങ്ങിയവർ പിൻവാങ്ങിയത് CPM വധഭീഷണി മുഴക്കിയതുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കുന്നുകളയെന്നാണ് പറയുന്നത്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുന്നുകളയെന്ന് പരസ്യമായിട്ട് പറയാണ്. ഇതൊക്കെ ഈ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ജില്ലയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതേസമയം പലയിടങ്ങളിലും പിന്താങ്ങിയവരെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചാണ് UDF നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്നാണ് CPMന്റെ മറുപടി. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു വരാൻ വേണ്ടി പറ്റുന്ന രാഷ്ട്രീയ അടിത്തറ ഈ ആന്തൂർ നഗരസഭക്കകത്തുണ്ട്. ഞങ്ങളത് വേറെ എന്തെങ്കിലും ഭീഷണി മുഴക്കിയിട്ടോ കണ്ടിട്ടൊന്നും പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി അത് ഒരിക്കലും നടത്തുകയും ചെയ്യില്ല. കണ്ണപുരം പഞ്ചായത്തിലെ 1ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെയും 8ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയുടെയും പത്രികകളാണ് തള്ളിയത്. 2ഇടത്തും പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. മീഡിയ 1 കണ്ണൂർ.